ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 285. നമ്മളിന്ന് 59ാമത്തെ ഉപനിഷത്തായിട്ട് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്ന തൈത്തിരീയ ഉപനിഷത്താണ്. അതിൽ ഭൃഗുവല്ലിയിലെ 8ാമത്തെ മന്ത്രമാണ്. 8ാമത്തെ മന്ത്രത്തിൽ ജലവും ജ്യോതിസും തമ്മിലുള്ള ഒരു കമ്പാരിസനാണ്. രണ്ടും ബ്രഹ്മമാണെന്ന് പറയുകയാണ്, അല്ലെങ്കിൽ രണ്ടും അന്നം തന്നെയാണെന്ന് പറയുകയാണ്. ഇവിടെ എല്ലാം പറയുമ്പോൾ എല്ലാത്തിനെയും പരസ്പരം ബന്ധിപ്പിച്ച് ഒന്ന് തന്നെയാണ് മറ്റേത് എന്നുള്ള നിലയിലേക്കാണ് പോകുന്നത്. എന്തിനാത് പറയുന്നതെന്ന് വെച്ചാൽ, നാമത്തിൽ വ്യത്യാസം വന്നു അതിൻ്റെ സ്വഭാവം അനുസരിച്ച്, പക്ഷേ ഒരേ സാധനം തന്നെയാണ്. ഇപ്പം നമുക്ക് ഹൈഡ്രജൻ, ഓക്സിജൻ രണ്ട് വാതകമാണ്, പക്ഷേ അതിനെ കൂട്ടിച്ചേർത്താൽ കിട്ടുന്നത് ജലമാണ്. അത് വാതകമല്ല, ലിക്വിഡ് ഫോമിലാണ്. അപ്പോൾ പക്ഷേ ജലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും കൂടിയത് തന്നെയാണ്. രസതന്ത്രപരമായിട്ട് അതൊരു പ്രത്യേക റേഷ്യോയിൽ കൂടിയത് മാത്രമാണ്. ഉദാഹരണമായിട്ട് സ്വർണം എന്നത് നമുക്ക് വളയാക്കി മാറ്റാം, മാലയാക്കി മാറ്റാം. പക്ഷേ രണ്ട് സ്വർണ്ണമാണോ എന്ന് ചോദിച്ചാൽ സ്വർണം തന്നെയാണ്. അതുമാതിരി ബ്രഹ്മം തന്നെയാണ് ഓരോ ആവശ്യത്തിനും ഓരോ രൂപത്തിലേക്ക് മാറ്റുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ മണ്ണ് കൊണ്ട് പാത്രം ഉണ്ടാക്കും, അതൊരാവശ്യത്തിനാണ്, വല്ല വെള്ളം ചൂടാക്കാനും എല്ലാം. മണ്ണ് കൊണ്ട് പ്രതിമയുണ്ടാക്കും, അതൊരു അലങ്കാര വസ്തുവായിട്ടാണ്. ഇപ്പം എല്ലാം മണ്ണ് തന്നെയാണ്. അപ്പോൾ ഓരോ ആവശ്യത്തിന് അതിനനുസരിച്ച് മാറിയതാണ് എന്ന തത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിൻ്റെയും അടിസ്ഥാന വസ്തു ഒരേ സാധനം തന്നെയാണ്, ആറ്റങ്ങളാണ്. അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. അതാണ് ഇവിടെ ഒരു കമ്പാരിസണിലൂടെ സൂക്ഷ്മമായിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കടന്നു നോക്കുക. അതിൻ്റെ അകത്തേക്ക് കടന്നു നോക്കുമ്പോൾ എല്ലാം ഒരു ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ്, അന്നത്തിൽ നിന്നുണ്ടായതാണ്. ഇവിടെ ജലത്തെയും തേജസ് എന്ന് പറഞ്ഞാൽ ഊർജ്ജമായിട്ട് എടുക്കാം, ജലം ഊർജസ്സു, അത് തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് ഇവിടെ നടത്തുന്നത്. ഇതിൽ ജലം, തേജസ് എന്നിവയെ അന്നരൂപമായിട്ട് അവയെ മനസ്സിലാക്കുന്നതിലൂടെ ലഭിക്കുന്ന ഫലമാണ് പറയുന്നത്. അതിനെ ജലത്തെയും ജ്യോതിസിനെയും അന്നരൂപത്തിൽ മനസ്സിലാക്കുന്നത് കൊണ്ടുള്ള ഫലവും അതുകൊണ്ടുള്ള ഗുണങ്ങളുമാണ് പറയുന്നത്. ഇത് രണ്ടും അന്നമാണ്. ജലം അന്നമാണെന്ന് എടുക്കാം, കാരണം കരദ്രവവാദം ഭൂമിയിലുള്ള സാധനമാണ്. പക്ഷെ തേജസ് എന്ന് പറഞ്ഞാൽ ഊർജമാണ്. അപ്പോൾ ഊർജവും ജലവും, അതായത് ഊർജവും ദ്രവ്യവും. ആധുനിക സയൻസും പറയുന്നത് ദ്രവ്യത്തെ ഊർജാക്കുക, ഊർജത്തെ ദ്രവ്യാക്കുക. അതായത് ദ്രവ്യത്തെ വെള്ളമാക്കുക, വെള്ളത്തെ ഊർജാക്കുക. തമ്മിലെ രണ്ടും എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. രൂപത്തിലെ മാറ്റം വരുന്നുള്ളൂ എന്ന് പണ്ട് ചെറുതിൽ പഠിച്ചിട്ടുണ്ട്. ദ്രവ്യത്തെ ഊർജാക്കാം, ഊർജത്തെ ദ്രവ്യമാക്കാം. അപ്പോൾ അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതിലെ രൂപത്തിൽ മാറ്റം വരുന്നു. ആ ഒരു അടിസ്ഥാനപരമായ സയൻസിലേക്കാണ് ഇത് ഓരോന്നും കമ്പയർ ചെയ്തുകൊണ്ട് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. യാതൊരു മനുഷ്യൻ അന്നൻ മൂലാവയാൽ സമ്പന്നനാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അന്നം കൊണ്ടാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പം അന്നത്തിലൂടെ ആരെങ്കിലും സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഭൗതിക വസ്തുക്കൾ നേടിക്കൊണ്ട്, ഭൗതിക വസ്തുക്കളെല്ലാം എന്തിനെ കൊണ്ടുണ്ടാക്കിയതാണ്? അന്നം കൊണ്ടുണ്ടാകും. അന്നം നേരത്തെ ഭൂമിയിൽ നിന്ന് കിട്ടുന്നതുകൊണ്ടാണ് നമ്മളെ ശരീരം ഉണ്ടാക്കിയിരുന്നത്. ശരീരം ഉണ്ടാക്കാൻ ഭൂമിയിലുള്ള പല വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടാകും. പല മൂലകങ്ങളും നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പം പിന്നെ ഓരോ റേഷ്യോയിൽ എടുക്കുന്നതേ ഉള്ളൂ, ഭൂമിയിലുള്ള എല്ലാ സാധനമെല്ലാം തന്നെ. അപ്പോൾ സമ്പത്ത്, അന്നം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ശരീരം ഉണ്ടാക്കാനുള്ള അന്നമാണോ, റേഡി ഉണ്ടാക്കാനുള്ള അന്നം അല്ല. ചെടികൾ ഉണ്ടാക്കാനുള്ള അന്നം വേറെ ആയിരിക്കും.
വ്യത്യാസമായിരിക്കും. പക്ഷേ അപ്പോൾ എല്ലാം അന്നമായിട്ട് എടുക്കാം. അപ്പോൾ ഏതൊരാൾ അന്നത്താൽ സമ്പന്നമാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള ഭൗതിക വസ്തുക്കളെല്ലാം നേടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് പ്രതിജ്ഞ ചെയ്യണം? ഞാൻ ഒരിക്കലും അന്നത്തെ അവഹേളിക്കുകയോ ദുരുപയോഗം ചെയ്യുകയോ എച്ചിൽ മാതിരി കളയുകയോ ചെയ്യില്ല എന്ന നിയമം പാലിക്കണം. എച്ചിലായിട്ട് കളയുക. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ അന്നത്തിന് ഭൗതികവാദികളാണ് ഈ പ്രപഞ്ച വസ്തുക്കളെയെല്ലാം ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യാൻ പാടില്ല? ഈ ഭൗതിക വസ്തുക്കളെയൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? അവഹേളിക്കാൻ പാടില്ല, ദുരുപയോഗം ചെയ്യാൻ പാടില്ല, എച്ചിലായി കളയാൻ പാടില്ല. ചോറ് തന്നെ നമ്മൾ എച്ചിലായിട്ട് കളയാൻ പാടില്ല. ചോറ് മിച്ചമുണ്ടെങ്കിൽ ആ മിച്ചമില്ലാതാക്കണം. പിന്നെ വല്ലവർക്കും കൊടുക്കാനാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നുമില്ലേ ജീവജാലങ്ങൾ പുറത്തുണ്ട്, അവയ്ക്കൊന്നും കൊടുക്കണം. അല്ലാതെ എടുത്ത് നശിപ്പിച്ച് കളയരുത്. അപ്പം അന്ന അത്രയും പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ്. അപ്പം ഭൂമിയിലുള്ള വിഭവങ്ങൾ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതൊന്നും ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ഒന്ന് നമുക്ക് ആവശ്യമില്ലെങ്കിൽ വേറൊരാൾക്ക് ആവശ്യം വരും. പക്ഷേ നമുക്ക് ആവശ്യമുള്ളതിനെ നമ്മൾ, അതാണ് അടുത്തതിൽ പറയുന്നത്, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ എന്ത് വേണം? അവയെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും വസ്തുവിനെ നമുക്ക് അനാദരിക്കുന്നുവെങ്കിൽ നമ്മൾ അതിനെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തു അവിടെ കിടക്കുന്നത് നമുക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യില്ല? സേവിക്കുകയില്ല. ഒരു നല്ല മാങ്ങ അവിടെ കിടക്കുന്നു. മാങ്ങ നമ്മൾ തിന്നു കഴിഞ്ഞാൽ മാങ്ങ നമ്മളെ സേവിക്കും. അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന വൈറ്റമിനെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ നിർമ്മിതിക്ക് ഉപയോഗിക്കും. പക്ഷെ നല്ലൊരു മാങ്ങയാണ്, എനിക്കത് വേണ്ട, ഇഷ്ടമില്ല എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ മാങ്ങ നമ്മളെ സേവിക്കില്ല. അത് നമ്മളെ ഗൗനിക്കാൻ പോകുന്നില്ല. അപ്പോൾ ആ ഒരു എല്ലാവരും സന്തുലനാണ്, പരസ്പരമുള്ള ഒരു സഹകരണത്തിലൂടെയാണ് എല്ലാം ഈ പ്രപഞ്ചത്തിലൂടെ എല്ലാം നിലനിൽക്കുന്നത്. ഇനി എന്നിട്ടൊരു അഭിപ്രായം പറയുകയാണ്, ആദരവില്ലാത്തതിനെ നമ്മൾ ആദരിക്കാൻ സാധനത്തിനെ നമ്മൾ പ്രാപിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? അതിന് നമ്മൾ ശ്രമിക്കരുത്. അതായത് നമുക്ക് വേണ്ടാത്ത സാധനത്തെ നമ്മൾ അത് വെറുതെ കൈകളിൽ വെച്ചിരിക്കരുത്. ഇന്നത്തെ മനുഷ്യൻ്റെ പ്രത്യേകത എന്താണ്? നമുക്ക് തിന്നാനൊന്നും പറ്റൂല, മധുരം തിന്നൂല. മധുരം തിന്നു കഴിഞ്ഞാൽ പ്രമേഹമാണ്. എന്നാലും നല്ല മാങ്ങയുണ്ടെങ്കിൽ പഴുത്ത് താഴെ വീണാലും ആരെങ്കിലും പിള്ളേർ വന്ന് കേരളം തരൂല്ല എന്ന് പറയും. മാങ്ങ ഇങ്ങനെ പഴുത്ത് കിടക്കുന്നുണ്ടാവും. റോട്ടിലോട്ട് ഒരു മാങ്ങ തരവല്ല, അത് നമുക്ക് വേണം. പക്ഷെ നമുക്ക് വീട്ടിലുള്ളവർക്കെല്ലാം പ്രമേഹമായിരിക്കും, തിന്നാൻ പറ്റില്ല. അപ്പം നമുക്ക് ആഗ്രഹമില്ലാത്തത്, നമുക്ക് താല്പര്യമില്ലാത്തതിനെ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് വേണ്ടത് മാത്രം സ്വീകരിക്കുക. പറഞ്ഞാൽ അർത്ഥം അതാണ്. നമുക്ക് പ്രപഞ്ചത്തിൽ എന്തെല്ലാം നമുക്ക് ആവശ്യമുണ്ടോ അതിനെ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ആവശ്യമില്ലാതെ ഒന്നും വലിച്ചു കിട്ടിയിട്ട് നമ്മുടെ അടുത്ത് കയറ്റി വെക്കേണ്ട ആവശ്യം, സംഭരിച്ച് വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ജലം തന്നെ അന്നമാണ്. എന്നിട്ട് പറയാണ്, ജലം എന്താണ്? അന്നമാണ്. അന്നം എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള നമ്മുടെ ശരീരം നിർമ്മിക്കുന്നതിനാൽ ഉപയോഗിക്കുന്ന വസ്തുവാണ് അന്നം എന്ന് പറയുന്നത്. അത് അന്നം എന്ന് പറഞ്ഞാൽ ചോറ് മാത്രമൊന്നുമല്ല. ഈ ചോറിനകത്തുള്ള എന്ത് തന്നെയാണ്? ജലം തന്നെയാണ്. നമ്മളെ ശരീരം എന്ന് പറയുന്നതിൽ അധികഭാഗവും ജലമാണെന്ന് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശരീരം ഇതിനെ കൊണ്ടാണ് നിർമ്മിച്ചുകൊണ്ട് ജലം കൊണ്ടാണ്. അപ്പോൾ അന്നം, ജലം തന്നെ അന്നമാണ്. കാരണം എല്ലാ തരത്തിലുള്ള ഭക്ഷ്യപദാർത്ഥങ്ങളിലും അന്നത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും, മാങ്ങയായാലും തേങ്ങയായാലും ചക്കയായാലും അരിയായാലും, അതെല്ലാം ഏതിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്? അന്നത്തിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിക്കുന്നത്. ഭൂമിയിലുള്ള വളരെല്ലാം വലിച്ചെടുത്തിട്ടാണ് അതെല്ലാം ഉണ്ടാകുന്നത്. അത് അതിൻ്റെ അന്നമാണ്. അപ്പോൾ അന്നത്തിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതും അന്നം തന്നെയാണ്. പിന്നെ
ജ്യോതിസ്, തേജസ് ഇവ ജലരൂപമായ അന്നത്തെ ഭക്ഷിക്കുകയും ചെയ്യുന്നു. അതേസമയം ജ്യോതിസ്, തേജസ് ഇവ തേജസ് എന്ന് പറഞ്ഞാൽ അഗ്നി എന്ത് ചെയ്യും? ജലരൂപമായ അന്നത്തെ ഭക്ഷിക്കുന്നു. അന്നം ജലമാണെന്ന് പറഞ്ഞു. ഈ ജലത്തെ ആര് ഭക്ഷിക്കും? അഗ്നി ഭക്ഷിക്കും. നല്ല ചൂടുള്ള ഒരു പ്ലേറ്റിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ അപ്പം നിന്നത് ഭക്ഷിക്കും, അതിലില്ലാതെ ഇരിക്കും. അഗ്നിയും സൂര്യരശ്മിയും എപ്രകാരം ജലഗണത്തെ ശോഷിപ്പിക്കുന്നുവോ, അഗ്നിയും സൂര്യപ്രകാശവും സൂര്യരശ്മികളും എങ്ങനെ എപ്രകാരം ജലത്തെ ശോഷിപ്പിക്കുന്നു. ഇപ്പം തറയിൽ ജലമുണ്ടെങ്കിൽ വെയിൽ വരുമ്പോൾ സൂര്യരശ്മി നല്ലോണം പതിക്കുമ്പോൾ അത് ഇല്ലാതാക്കി ശോഷിച്ചു പോകും. അതുപോലെ ശരീരത്തിലെ ജലാംശത്തെ, ശരീരത്തിലുള്ള ജലത്തെ ജഡരാഗ്നി ശോഷിപ്പിക്കും. ജഡരാഗ്നി ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ നിന്നാണ്? വയറ്റുന്ന ദഹിക്കുമ്പോൾ വെള്ളം നല്ലോണം വേണം. അതുകൊണ്ടാണ് ദാഹിക്കുന്നത്. ദഹനം നടക്കുമ്പോൾ വെള്ളത്തിൻ്റെ സഹായത്താലാണ് ദഹനം നടക്കുന്നത്. അതുകൊണ്ട് ജലം ശരീരത്തിൽ നിന്ന് എന്താക്കും? അത് ശോഷിപ്പിക്കും. അതുകൊണ്ട് ജലത്തിൽ ജ്യോതിസ് പ്രതിഷ്ഠിതമാണ്. ജലത്തിൽ തന്നെ എന്തുണ്ട്? അഗ്നിയുണ്ട്. ജലത്തിൻ്റെ അകത്ത് അഗ്നിയുണ്ട്. ആ ജലമായി കിടക്കുന്നത് അതിൻ്റെ അകത്ത് അഗ്നി ഉള്ളത് കൊണ്ടാണ്. ഐസായി പോയി കിടക്കുന്നത് എന്താണ്? അഗ്നി ഇല്ലാത്തത് കൊണ്ടാണ്. അഗ്നിയിലേക്ക് കുറച്ച് ചൂട് കൊടുത്തു കഴിഞ്ഞാൽ ആ ചൂടെല്ലാം ആ ജലത്തിൽ കയറിയിട്ട് ജലത്തിൽ ആ ഐസ് ജലമായി മാറും. അപ്പോൾ ആ ജലത്തിൽ എന്തുണ്ട്? അഗ്നിയുണ്ട്. അത്രയും അഗ്നിയെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെയും ആ വെള്ളം ഐസായിട്ട് മാറും. അതുപോലെ തേജസ്സിലും എന്തുണ്ട്? ജലം സ്ഥിതി ചെയ്യുന്നു. തേജസ്സിൽ നിന്നാണ് ജലമുണ്ടായത്. അപ്പോൾ ചിലതെല്ലാം കത്തുമ്പോഴാണ് അത് ജലമായി മാറുക. ഹൈഡ്രജൻ ഓക്സിജൻ കത്തിക്കഴിഞ്ഞാൽ ഹൈഡ്രജൻ വാതകമാണ്, ഓക്സിജൻ വാതകമാണ്. അത് കത്തിക്കഴിഞ്ഞാൽ ജലമായിട്ട് മാറും. ആ തേജസ്സിൽ നിന്ന് ഊർജമാണ് ദ്രവ്യമായിട്ട് മാറിയത്, ദ്രവ്യരൂപത്തിലേക്ക് മാറിയത്. ഇനി അടുത്തതിൽ കാരണം വേറൊരു ഉദാഹരണ സഹിതം പറയുകയാണ്. സൂര്യകിരണാത്മകമായ ആ തേജസ്സിൻ്റെ പ്രേരിപ്പിച്ചിട്ടാണ് സൂര്യകിരണങ്ങളാകുന്ന തേജസ്സിനാൽ അല്ലെ ഊർജത്താൽ അതിൻ്റെ പ്രേരണയാലാണ് സമുദ്രത്തിലെ ജലം എന്തായിട്ട് ഉയരുന്നതും ആ ജലം പിന്നെ വർഷമായിട്ട് പെയ്യുന്നതും. ഇപ്പം ചൂട് തട്ടുമ്പോൾ ജലം ആ കിരണങ്ങളോടൊപ്പം അങ്ങ് വരും. ചൂടോടുകൂടി ആ ചൂടിനെ അബ്സോർബ് ചെയ്തിട്ട് വാതകരൂപത്തിലായിട്ട് അതങ്ങ് അന്തരീക്ഷത്തിൽ പോയിട്ട് മേഘമായി മാറും. എന്നിട്ട് പിന്നെ അത് തണുക്കുമ്പോൾ മഴയായിട്ട് പെയ്യും. അപ്പം ഇതും ജലവും തമ്മിലുള്ള ഒരു ബന്ധമാണ് അവിടെ കാണിക്കുന്നത്. ജലത്തെ ജലമാക്കുന്നത് അഗ്നിയാണ്. ജലത്തിൽ അഗ്നിയുണ്ട്. ഇനിയോ ഇപ്രകാരം ജലവും തേജസ്സും പരസ്പരം ആശ്രയിച്ചു കഴിയുന്നു. അതുകൊണ്ട് ജലവും തേജസ്സും എല്ലാം എന്താണ്? പരസ്പരം ആശ്രയിച്ചു കഴിയുകയാണ്. അങ്ങനെ ഒരു സന്തുലനാവസ്ഥയിലാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും നിലനിൽക്കുന്നത്. അതിനു വേണ്ടിയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് അത്തരത്തിൽ. ഈ തേജസ്സും ജലവും തന്നെ അന്നരൂപമായി പരിണമിച്ചിരിക്കുന്നു. അങ്ങനെ ഊർജവും ജലവും എല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ ശരീരം, അന്നമയമായ ശരീരമെല്ലാമായിട്ട് മാറുന്നത്. ഈ ശരീരത്തിൽ ചൂടില്ല, ഉണ്ട്, തൊട്ട് നോക്കിയാൽ മതി, ചൂടുണ്ട്. ചൂടുള്ളതുകൊണ്ടാണ് ഈ ശരീരം ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ എന്തായിപ്പോൾ ചത്തു കഴിഞ്ഞാലെല്ലാം വല്ലതും തിന്ന് തീർക്കും ബാക്ടീരിയകൾ. ജലമില്ലേ എന്ന് ചോദിച്ചാൽ ശരീരത്തിൽ മുഴുവൻ ജലമുണ്ട്. അപ്പോൾ ഈ അഗ്നിയും ജലവും എല്ലാം കൂടി അത് അന്നമാണെന്നും പറഞ്ഞിട്ടുണ്ട്. അതാണ് അന്നരൂപത്തിൽ ഫോം ചെയ്യുന്നത്.
അതിനാലാണ് അത് അന്നരൂപത്തിൽ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമാകുന്നത്. നമ്മുടെ മുന്നിൽ അന്നരൂപത്തിൽ പ്രത്യക്ഷമാകുന്ന അഗ്നിയും ജലവും എല്ലാം കൂടി തന്നെയാണ്. കളിമണ്ണത്തെ നമ്മൾ ചെയ്യുക, വെള്ളമിട്ടിട്ട് കുഴച്ചിട്ട് പാത്രത്തിൻ്റെ രൂപമായിട്ട് അല്ലെങ്കിൽ പ്രതിമേൻ്റെ രൂപമായിട്ട് അഗ്നി വെച്ച് ചൂടാക്കുമ്പോൾ നമ്മളെ മുമ്പിൽ പ്രതിമയായിട്ട് പ്രത്യക്ഷപ്പെടും. അപ്പം ഇതെല്ലാം അന്നം തന്നെയാണ്. എല്ലാം ബ്രഹ്മത്തിൽ നിന്നുണ്ടായതെന്ന് പറയുന്നതിന് കീഴെയുള്ളതിന് നമ്മൾ ഈ വ്യത്യാസങ്ങളൊന്നും കാണണ്ട. രൂപത്തിൽ ആവശ്യത്തിന് പല രൂപത്തിൽ ഉണ്ടാക്കിയതേ ഉള്ളൂ. ആവശ്യമനുസരിച്ച് ഓരോ രൂപത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ആ ബ്രഹ്മത്തിൽ നിന്ന് തന്നെ. അതിനാൽ രണ്ടും അന്നം തന്നെ. അന്നം തന്നെ രണ്ടിലും ഉള്ളത്. അന്നം തന്നെ രണ്ടും, ഈ ജലവും അഗ്നിയും തന്നെയാണ് അന്നമായി രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നത്. അന്നം തന്നെ രണ്ടിലും പ്രതിഷ്ഠിതമായിരിക്കുന്നത്. ഈ തത്വം മനസ്സിലാക്കുന്ന മനുഷ്യൻ അപ്പം ഇങ്ങനെ ഗാഠമായിട്ട്, അപ്പം ഏതിൽ നിന്ന് തുടങ്ങുന്നു? നമ്മൾ ബ്രഹ്മം തുടങ്ങിയിട്ട് എല്ലാം ഒന്ന് തന്നെയാണ് അപ്പം ആ ഒരു ജ്ഞാനം നമ്മൾ നേടുക എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ എത്തി? ബ്രഹ്മജ്ഞാനത്തോട് തന്നെയാണ് അടുക്കുന്നത്. ഇതെല്ലാം ഒന്നാണ്, പക്ഷേ പല രൂപത്തിൽ അതിന് രൂപാന്തരം പ്രാപിച്ചതാണ് ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പിന്നെ നമുക്ക് എളുപ്പത്തിൽ ഇതെല്ലാം ഏതിൽ നിന്നുണ്ടായത്? ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടായതെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പം ഈ തത്വം മനസ്സിലാക്കുന്ന മനുഷ്യൻ വിജ്ഞാനിയായി ഭവിക്കുന്നു. അവൻ വളരെ വിജ്ഞാനിയാണ്. ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നവർക്ക് അവൻ നല്ല വിജ്ഞാനിയായിരിക്കും. അതുവഴി അവന് രണ്ടിനെയും അല്ലെങ്കിൽ എല്ലാത്തിനെയും ശരിയായ രീതിയിൽ ഉപഭോഗം ചെയ്യുവാൻ കഴിയുന്നു. ഈ സത്യം മനസ്സിലാക്കുന്നവനാണ് ചോറുണ്ടാക്കാനെല്ലാം കണ്ടുപിടിച്ചിരിക്കുന്നത്. അരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ജലമുണ്ട്, ഊർജ്ജമുണ്ട്. കുറച്ചും കൂടി ജലം ചേർത്ത് കഴിഞ്ഞാൽ അതിനെ വേറൊരു രൂപത്തിൽ മാറ്റിയെടുക്കാം, ചോറായിട്ട്. ചോറും വന്ന് തന്നെയാണ്, അരി തന്നെയാണ്, വെള്ളം തന്നെയാണ്. അതിൻ്റെ കൂടെ അഗ്നിയും കൂടിയും കൂടുമ്പോഴാണ് അത് ചോറായി മാറുന്നത്. അങ്ങനെ ഒരു വസ്തുവിന് വേറെ നമുക്ക് ഉപയോഗമായുള്ള വസ്തുക്കളാക്കി മാറ്റിയെടുക്കാം. ഈ ജ്ഞാനം മനസ്സിലാക്കിയവന് ശരിയായ രീതിയിൽ എല്ലാറ്റിനെയും ഉപഭോഗം ചെയ്യാൻ കഴിയുന്നു. അതിലൂടെ അനേകം ഭോഗവസ്തുക്കൾ യഥേഷ്ടം ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനെ അവൻ പലതരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടാക്കുന്നു. നമ്മൾ ഈ ഒരു അരിപ്പൊടി തന്നെ കൊണ്ട് തന്നെയാണ്, തേങ്ങയെല്ലാം ചേർത്തിട്ട് തന്നെയാണ് ഇങ്ങനത്തെ പുട്ടും ഉണ്ടാക്കും. അല്ലെങ്കിൽ തുണി കെട്ടിയിട്ട് അതിൻ്റെ അകത്ത് ഉരുട്ടിയിട്ട് പുട്ടുണ്ടാക്കും. വേറെ തരത്തിൽ മണിപ്പുട്ട് എന്ന് പറയും. നമ്മളെ മലബാറിൽ പറയും മണിപ്പുട്ട് എന്നാണെന്ന് തോന്നുന്നു. ഉരുട്ടിയിട്ടിട്ട് ഒരു പുട്ടുണ്ടാക്കുന്ന പരിപാടി. എല്ലാത്തിലും നിന്നാണ് അരിപ്പൊടിയും വെള്ളവും തന്നെ, അഗ്നിയും തന്നെ. ഈ ഒരു തത്വം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ രൂപത്തിൽ പല രൂപത്തിൽ ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ ഒരു ഇടിയപ്പം എന്ന് പറഞ്ഞ ഒരു കുടലിലൂട്ട തള്ളി പുറത്തേക്ക് കളഞ്ഞിട്ട് ഇടിയപ്പം മാതിരി ഉണ്ടാക്കും. എല്ലാം നിന്നാണ് ഈ അരിപ്പൊടി വെച്ചിട്ടുള്ള പരിപാടികൾ തന്നെ. ഭോഗം യഥേഷ്ടം ഉപഭോഗം നടത്തുന്നതിനുള്ള കഴിവുള്ളവനായിത്തീരുന്നു. പലതരം ഭോഗവസ്തുക്കൾ ഈ ശാസ്ത്രതത്വം മനസ്സിലാക്കുന്നവൻ. അങ്ങനെയാണ് ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ഇത്തരത്തിലുള്ള അഗ്നിയും ജലവും മറ്റുള്ള അന്നങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള രൂപത്തിൽ മാറ്റം വരുത്തുകയാണ്. എന്തിനു വേണ്ടി? നമ്മളെ വായിക്ക് രുചിക്കനുസരിച്ച്. സംഗതിയെല്ലാം എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. കാരണം തേങ്ങ, അരി, വെള്ളം, പിന്നെ അഗ്നിയും. അത് അതേപോലെ തിന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ടേസ്റ്റ് കിട്ടില്ല. പക്ഷേ ഈ തത്വം മനസ്സിലാക്കുമ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പല രൂപത്തിൽ മാറ്റിയെടുക്കാം. പുതിയ ഉപഭോഗ വസ്തുക്കളാക്കിയിട്ട് മാറ്റാം.
അപ്പോൾ ഇന്നുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ എല്ലാ അടിസ്ഥാന തത്വം ഇതിൽ നിന്നാണ്. ഇത് ഈ ജ്ഞാനം നേടിയവൻ ചെയ്തു വെച്ച ഉണ്ടാക്കിയെടുത്തതാണ്. അത് വഴി അവൻ എന്തുണ്ട്, യഥേഷ്ട സന്താനങ്ങൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് സമൃദ്ധി ഉണ്ടാകും, കുട്ടികൾ ഉണ്ടാകും, പിന്നെ എന്തുണ്ടാകും, മൃഗങ്ങളുണ്ടാകും, പിന്നെ എന്തുണ്ട്, ബ്രഹ്മ തേജസ് ലഭിക്കും, പിന്നെ യഥേഷ്ടം സമ്പത്ത് നേടുന്നു. അതുപോലെ തന്നെ അവൻ യശസ്വിയായിത്തീരുന്നു. നമ്മൾ പുതിയ പുതിയ വിഭവങ്ങളെല്ലാം ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് നമ്മൾ യശസ്വികളാകുന്നത്. നമ്മളല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭക്ഷണമെല്ലാം കഴിക്കുമ്പോൾ നമ്മൾ പറയുന്നില്ലേ, നമ്മളെ പ്രാകൃത മനുഷ്യരുടെ എന്തെല്ലാം തിന്നിരുന്ന് ഇന്ന് നമ്മളെന്തെല്ലാം കഴിക്കുന്നതെന്നല്ല യശസ്വികളായി മാറുകയാണ് ചെയ്യുന്നതല്ലേ. ഏകദേശം ഇതേമാതിരിയുള്ള ചെറിയ പരിപാടി തന്നെയാണ്. പണ്ട് ചെയ്തതിൻ്റെ രൂപം തന്നെ ഇപ്പോൾ ഉള്ളത്, വലിയ വ്യത്യാസമൊന്നുമില്ല. കുറച്ച് അതിനുള്ള ഇതേമാതിരിയുള്ള ചെയ്യുന്ന പ്രക്രിയയിൽ അഗ്നി ഉപയോഗിക്കുന്നതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഈ മാറ്റങ്ങളെല്ലാം നമ്മൾ കാണുന്നത്. പണ്ട് ചുട്ടെടുക്കും, ഇപ്പം പിന്നെ മറ്റേ ഗ്യാസ് ഇങ്ങനെ അടിച്ചിട്ട് അത്തരത്തിൽ ചുട്ടെടുക്കും. എല്ലാം പേരിൽ മാറ്റം ഉണ്ടാവും, സംഗതിയെല്ലാം ഏകദേശം ഒന്ന് തന്നെ. നമ്മൾ കണ്ടില്ലേ ചിപ്സ്, നമ്മളെ ചിപ്സ് എന്ന് പറഞ്ഞാൽ വാഴ കായ ഇങ്ങനെ ചെത്തിയിട്ട് എണ്ണയിലിടും. ഇപ്പം പിന്നെ ഒരു പാത്രത്തിൽ അല്ല ഒരു മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിൻ്റെ അകത്ത് അതും ചെത്തിയിട്ട് ഇതേപോലെ ആക്കി തന്നെ. കുറച്ച് അഗ്നി ഉപയോഗിക്കുന്ന രീതിയിൽ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ കുട്ടികൾക്കായാലും വലിയ ഇഷ്ടമാണ്, ഇങ്ങനത്തെയാണ് ഇഷ്ടം, അല്ലാതെ ചിപ്സ് അല്ല. കാരണം അത് വളരെ നേർക്കനാണ് ചെത്തിയിട്ട് വേറൊരു പ്രോസസ്സിലൂടെ ഉണ്ടാക്കിയിട്ട് ആ പാക്കറ്റ് നോക്കിയാൽ 10 കഷ്ണം ഉണ്ടാവും, പക്ഷേ പാക്കറ്റ് ഇത്രയും ഉണ്ടാവും, ഏറെ നിറച്ചിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ അന്നത്തെ കാലത്തുള്ള എൻ്റെ അതേ ഏകദേശം പ്രോസസ്സെല്ലാം എന്ത് തന്നെയാണ്. അന്നത്തെ കാലത്ത് ചിപ്സ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വേറൊരു തരത്തിൽ പറയുന്നു. അപ്പോൾ ഇതെല്ലാം അഗ്നിവിദ്യയിൽ ജലം ഉപയോഗിച്ച്, ജലമാണല്ലോ ഇതിൻ്റെ ഏറ്റവും പ്രധാനം. എന്തുണ്ടെങ്കിൽ മാവെല്ലാം കുഴച്ചിട്ടുള്ള പരിപാടി ശരിയാവും, ജലമില്ലാത്ത ഒരു പരിപാടി. അപ്പം അതിനെപ്പറ്റിയുള്ള ഒരു പരാമർശമാണ് ഇതിനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജലമായാലും അഗ്നിയായാലും അന്നം എന്ന് പറയുന്നത് ഇതെല്ലാം ഒരേ വസ്തുക്കൾ തന്നെയാണ്. അത് കൂടിച്ചേർന്നിട്ട് പല രൂപത്തിൽ നമ്മളെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. അതിന് അഗ്നിക്ക് വലിയൊരു പങ്കുണ്ട്. അഗ്നിയാണ് ഇതിനെ വേറൊരു രൂപത്തിലേക്കെല്ലാം മാറ്റിയെടുക്കുന്നത്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് എല്ലാം എന്ത് തന്നെയാണ്, എല്ലാം ആ ബ്രഹ്മത്തിൻ്റെ വിവിധ ഇതേമാതിരി ബ്രഹ്മം പലതായിട്ട് മാറിയിട്ട് വന്നതാണ് നമ്മൾ അടക്കം.